ബിറ്റ്കോയിൻ ഈസ് പ്രിപ്പയറിംഗ് ഫോർ എ ഹ്യൂജ് ബുൾ മാർക്കറ്റ്, എ ഗോൾഡൻ ബുൾ മാർക്കറ്റ്. ഇത് ഞാൻ പറയുന്നതല്ല, ബിസിനസ് സൈക്കിളുണ്ട്. നമ്മുടെ എക്കോണമി ഓരോ ബിസിനസ് സൈക്കിളിലൂടെയാണ് പോകുന്നത്. ബിസിനസ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂം ആൻഡ് ബസ്റ്റ്. നമ്മുടെ എക്കോണമി എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കും. അത് ഒരു സമയത്ത് ഇറ്റ് വിൽ കം ഡൗൺ ടു ദ റിസഷൻ, ദെൻ അഗെയിൻ ബൂം ആൻഡ് ബസ്റ്റ്. ഇതാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ബട്ട് ബിസിനസ് സൈക്കിൾ ഗിവിങ് അസ് എ സിഗ്നൽ ഫോർ എ ഹ്യൂജ് ബുൾ മാർക്കറ്റ്. അത് ബിറ്റ് കോയിന് മാത്രമല്ല, ഇറ്റ്സ് ഫോർ സ്റ്റോക്സ് ആൻഡ് ഫോർ എവറി റെയർ അസറ്റ്സ്. ഓക്കെ ഗൈസ്, വൈ ഐ എം സേയിങ് ഇറ്റ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ്. എന്താണ് ബിസിനസ് സൈക്കിൾ? ബിസിനസ് സൈക്കിൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്കോണമിയുടെ ഒരു ഹെൽത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടാണോ നമ്മുടെ എക്കോണമി പോകുന്നത്. ആരോഗ്യപരം എന്ന് പറയുമ്പോൾ എക്കോണമി വളർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ചുരുങ്ങുക എന്ന് പറയുന്നത്, കൺട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ച മുരടിച്ച് താഴോട്ട് പോകുന്നു. ഇതൊരു സൈക്കിളാണ്. ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ, അല്ലെങ്കിൽ ബൂം ആൻഡ് ബസ്റ്റ്. അപ്പോൾ ഈ നമ്മുടെ നേച്ചറിലെല്ലാം നോക്കിയാലും നമുക്ക് ഈ ഒരു സൈക്കിൾ കാണാൻ നോക്കും. നമ്മുടെ ഇമോഷൻസ്, ചില ദിവസങ്ങൾ നമ്മൾ സന്തോഷവാനായിരിക്കും, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായിരിക്കും, ചില സമയത്ത് നമ്മൾ ഡൗൺ ആയിരിക്കും. സോ എവറിത്തിങ് ഇസ് ഗോ ത്രൂ ദ സൈക്കിൾസ്. എക്കോണമിയുടെ കാര്യം മറ്റൊന്നല്ല, ഇസ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ. നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സണായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ എക്കോണമിയിൽ ബിസിനസ് സൈക്കിളിൽ എവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ ഡിസിഷൻസൊക്കെ മാറ്റാൻ നോക്കും. ഇപ്പോൾ ഉദാഹരണം, ഇത് ബിസിനസ് സൈക്കിളിൻ്റെ ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നതാണ് ഇങ്ങനെ. ബിസിനസ് സൈക്കിൾ ഇത് ബോട്ടമാണ്, ബിസിനസ് സൈക്കിളിൻ്റെ ബോട്ടം. ബിസിനസ് സൈക്കിളിൻ്റെ ബോട്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കോണമി വളരുന്നില്ല, GDP താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ല, അതിൻ്റെ ബോട്ടത്തിലേക്ക് എത്തി. GDP വളരുന്നില്ല, ആളുകളുടെ ഇൻകം കൂടുന്നില്ല, ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു, ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പൈസയില്ല, ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആകുമ്പോൾ എന്ത് പറ്റും? നമുക്ക് കടം എടുക്കുമ്പം കൂടുതൽ പലിശ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയ വലിയ ബിസിനസ് ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ലോൺ ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റും? അവർക്ക് പുതിയ റിസർച്ചോ, അല്ലെങ്കിൽ പുതിയ ടീമിനെ ഹയർ ചെയ്യാനോ, പുതിയ ആളുകളെ ഹയർ ചെയ്യാനോ, അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിന് കൈ കൊടുക്കാനോ ഒന്നും ഒക്കത്തില്ല. അപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഡൗൺ പീരീഡാണ്. നമുക്ക് വേറെ രീതിയിൽ പറയുവാണെങ്കിൽ റിസഷൻ എന്ന് നമുക്ക് വിളിക്കാം. റിസഷൻ ബോട്ടത്തിലാണ്, എക്കോണമിയുടെ ബോട്ടത്തിലാണ്. ഈ ഒരു പാട്ടെന്ന് പറയുന്നത് റിക്കവറിങ് ഫേസാണ്, റിക്കവർ ചെയ്യുവാണ്. ഇത് റിസഷൻ. ഓക്കെ, രണ്ടും മാറാണ്, തെറ്റിപ്പോകരുത്. ഇത് റിസഷൻ, ഇത് റിക്കവറി പാർട്ടാണ്. റിക്കവറി പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് ഇൻഫ്ലേഷനൊക്കെ കുറച്ച് ഭേദം വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഒത്തിരി കുറഞ്ഞിട്ടില്ലെങ്കിലും ചെറുതായിട്ട് കുറയുന്നതിൻ്റെ സൂചനകൾ വരുന്നുണ്ട്. പയ്യെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ചെറുതായിട്ട് അപ്പ് ചെയ്ത് വരുന്നുണ്ട്. സപ്ലൈസ് ചെറുതായിട്ട് അപ്പ് ചെയ്ത് വരുന്നുണ്ട്. കമ്പനികൾ ചെറുതായിട്ട് ഓണായി വരുന്നുണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും ഒരു റിക്കവറി ഫേസാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ കാണുന്നത് എന്ന് പറയുന്നത് എക്സ്പാൻഷനാണ്, റിയൽ എക്സ്പാൻഷൻ വരുന്ന സ്പേസാണ്. അതായത് ഇവിടെ ഇൻഫ്ലേഷൻ ഏകദേശം ഒരു ഇവിടെ ഇൻഫ്ലേഷൻ കൂടുതലാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ എക്സ്പാൻഷൻ സ്പേസിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്, ഇൻഫ്ലേഷനും വളരെ കുറവായിരിക്കും. ഇവിടെ ആളുകൾക്ക് ഇൻകം കൂടും, ആളുകൾക്ക് ഒത്തിരി ജോലി കിട്ടും. കാരണം ബിസിനസ്സുകൾക്ക് വളരുകയാണ്, അല്ലെങ്കിൽ അവർക്ക് പുതിയ പ്രോജക്റ്റുകൾ കിട്ടുന്നുണ്ട്. പൈസ ബോറോ ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. അങ്ങനെ GDP കൂടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ GDP കൂടും, മാനുഫാക്ചറിങ് കൂടും, സർവീസ് കൂടും, എല്ലാം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആളുകളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. ആ പൈസ ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും? പൈസ സ്പെൻഡ് ചെയ്യും. ആളുകൾക്ക് പുതിയ TV, അല്ലെങ്കിൽ പുതിയ ഫർണിച്ചർ, അല്ലെങ്കിൽ പുതിയ കാറ്, അല്ലെങ്കിൽ വീട്, അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആളുകൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി തുടങ്ങും. കാരണം എന്താണ്? എക്കോണമി വളരെ സ്ട്രോങ് ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പീക്ക് എന്ന് പറയുമ്പോൾ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു പോയി. ആളുകൾ ഒത്തിരി പൈസ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റും? സാധനങ്ങളുടെ എല്ലാം വില കൂടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആളുകൾ സ്റ്റോക്കുകളുടെ പ്രൈസ് മേപ്പോട്ട് കുതിച്ചു വരും. എല്ലാം നമ്മൾ കാണുന്നത് എല്ലാത്തിൻ്റെയും പ്രൈസ് മേപ്പോട്ട് ശക്തമായിട്ട് പോകുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത്, ഓക്കെ, ഇറ്റ്സ് എ സൂപ്പർ സൈക്കിൾ, ഇറ്റ്സ് ഗോ അപ്പ് ഫോർ എവർ എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മളെല്ലാവരും എത്തിപ്പെടുന്ന ഒരു സമയമാണ് ഈ പീക്ക് എന്ന് പറയുന്നത്. പീക്കിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ കൂടുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ട്? സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള സാധനങ്ങളില്ല, ആളുകളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അതെല്ലാം സ്പെൻഡ് ചെയ്യുവാണ്, ട്രാവൽ ചെയ്യുന്നു, വെക്കേഷൻസ് എൻജോയ് ചെയ്യുന്നു, ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്തു പോകുന്നു. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എക്കോണമിക്ക് സർവൈവ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ എന്തു ചെയ്യും? ഇവിടെ പീക്കിലെത്തി, ഇനി പയ്യെ ഗ്രോത്ത് കുറഞ്ഞിട്ട് താഴോട്ട് വരാൻ വേണ്ടി തുടങ്ങും.
ഇവിടെ GDP വളരുന്നില്ല, സെയിം തന്നെ നിൽക്കും, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് താഴും, ഇൻഫ്ലേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ബാങ്ക് ഒന്ന് ടൈറ്റൻ ചെയ്യും. എന്ത് ചെയ്യും? ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ എന്ത് പറ്റും? വലിയ വലിയ കമ്പനികൾക്ക് ബോറോ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും. ആളുകളുടെ ജോലി പയ്യെ പോയി തുടങ്ങും. സാധനങ്ങളെല്ലാത്തിൻ്റെയും വില കൂടുതലായിരിക്കും. അപ്പോൾ ആളുകളുടെ ജോലിയും പോകും, സാധനങ്ങളുടെ വിലയും കൂടെ കൂടുമ്പോഴത്തേക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇത് താഴോട്ട് വളരെ ശക്തമായിട്ട് എക്കോണമി താഴോട്ട് പോകുന്നതുകൊണ്ടായിരിക്കും ഇത് താഴോട്ട് നമ്മുടെ റിസഷൻ ഏരിയയിലോട്ട് പോകും. ഓക്കെ, ഇതാണ് ബിസിനസ് സൈക്കിൾ. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഒരു ഇൻഡിവിജ്വൽ സാധാരണ ജോലിക്ക് പോകുന്ന സാലറി മേടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോഴും ബിസിനസ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ നിൽക്കുന്നത് റിസഷൻ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇനി അടുത്തത് എക്സ്പാൻഷൻ ടൈമാണ്. റിസഷൻ വന്ന് നിൽക്കുവാണെങ്കിൽ എക്സ്പാൻഷൻ. ഇപ്പോൾ പീക്കിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നോക്കും, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ നോക്കും ഇത് പീക്കിലാണ് ബിസിനസ് സൈക്കിൾ. ഇനി ബിസിനസ് വളരാൻ ചാൻസ് കുറവാണ്, കുറയാനാണ് ചാൻസ്. അപ്പോൾ ഹയറിങ് കുറയ്ക്കും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പൈസയുടെ കാര്യങ്ങൾ കുറയ്ക്കും. ബിസിനസ് ഇനി കുറയുമെന്നുള്ള ചിന്താഗതിയിൽ സപ്ലൈ കുറയ്ക്കും. ഓക്കെ, മെറ്റീരിയൽസ് കുറച്ച് മേടിച്ച് വെക്കും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് നോക്കും, നമ്മളെപ്പോലെ സാധാരണ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് സ്റ്റോക്ക് വളരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി താഴോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പൈസ കുറച്ച് സേവ് ചെയ്ത് വെക്കാം, എന്തിന്? ബോട്ടത്തിൽ മേടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ സ്റ്റോക്കിലേക്കുള്ള നമ്മുടെ പ്രസൻസ്, അല്ലെങ്കിൽ നമ്മുടെ പൈസ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് പയ്യെ കുറയ്ക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഹാർഡ് അസറ്റ്സ് കൂടുതൽ പ്രിപ്പയർ ചെയ്യാം, മേടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ സൈക്കിളിനകത്തൂടെ മനസ്സിലാക്കാൻ നോക്കും. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് റിസഷനാണ്. എക്സ്പാൻഷൻ ടൈമിൽ എല്ലാ അസറ്റുകളും, കാരണം എക്കോണമി ബൂം ചെയ്തിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും പൈസ ഉണ്ട്. ഇപ്പോൾ എല്ലാ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം ശക്തമായി വളരുന്ന സമയമാണ്. ഇനി ഇത്രയും മനസ്സിലാക്കൽ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഇതിനെക്കുറിച്ച്. ഒരു കൂടുതൽ ഡീപ്പായിട്ടൊന്നും നിങ്ങൾ പോകേണ്ട കാര്യങ്ങളില്ല. ഇനി നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്? റിസഷനിലാണോ, എക്സ്പാൻഷനിലാണോ, അല്ലെങ്കിൽ കോൺട്രാക്ഷനിലാണോ, അല്ലെങ്കിൽ ചുരുങ്ങി വരുന്ന സമയങ്ങളിലേക്കാണോ, എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ വേണം. അതിന് ഏറ്റവും നല്ലത് ഒരു ഇൻഡിക്കേറ്ററായിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ, ഇത് ബിസിനസ് സൈക്കിളിൻ്റെ ഇൻഡിക്കേറ്റർ അല്ല, ഇതിനെ നമ്മൾ വിളിക്കുന്ന ISM മാനുഫാക്ചറിങ് PMI എന്ന് പറയും. ഇതിൻ്റെ എന്താണ് PMI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർച്ചേസിങ് മാനേജർ ഇൻഡെക്സ് എന്ന് പറയും. അതായത് US 400 കമ്പനികളുടെ പർച്ചേസിങ് മാനേജർ, അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഒരു ഐഡിയ. അല്ലെങ്കിൽ അവർ ഈ ഉദാഹരണം, അവർ പർച്ചേസിങ് ചെയ്യുന്നത് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ ഓർഡേഴ്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, അവർക്ക് കൂടുതൽ സപ്ലൈ മേടിച്ച് വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഹയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് ഈ PMI എന്ന് പറയുന്നത്. അപ്പോൾ ഈ PMIയും ബിസിനസ് സൈക്കിളും ടോട്ടലി ഡിഫറൻ്റ് ആണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമുക്കൊരു ബിസിനസ് സൈക്കിളിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ ഏത് സ്റ്റേജ് ആണെന്ന് നമുക്ക് PMIയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് അതിനകത്ത് സർവീസ് ഉൾപ്പെടും, മാനുഫാക്ചറിങ് ഉൾപ്പെടും, അല്ലെങ്കിൽ ഇൻകം, GDP, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഇത് PMI എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് മാത്രമാണ്. ഈ ബിസിനസ് സൈക്കിളിൻ്റെ ഏകദേശം 11% മാത്രമേ ഇത് ഉൾപ്പെടുന്നുള്ളൂ. എങ്കിൽ തന്നെയും ഇത് വളരെ ഒരു ബിസിനസ് സൈക്കിളിൻ്റെ ഒരു പ്രോക്സി ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഏറ്റവും ആദ്യമേ പ്രതിഫലിക്കുന്ന സംഭവം ഇവിടെയാണ്. ഇപ്പം മാനുഫാക്ചറിങ് 11% ആണെന്നുണ്ടെങ്കിലും സർവീസ് അതിനേക്കാളും കൂടുതലാണ്. അപ്പം ചില സമയങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. സർവീസ് കുറഞ്ഞായിട്ട് കാണിക്കും, പക്ഷേ മാനുഫാക്ചറിങ് കൂടുന്നതായിട്ട് കാണിക്കും. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ PMI പൊതുവെ എല്ലാവരും വളരെ ശ്രദ്ധയോടെ, എസ്പെഷ്യലി എക്കോണമിയൊക്കെ നോക്കുന്ന, ഇങ്ങനെയുള്ള ബിസിനസ് സൈക്കിളൊക്കെ നോക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എബോവ് 50, ഈ നിങ്ങൾക്കൊരു ഡോട്ടർ ലൈൻ ഇവിടെ കാണാൻ നോക്കും, അത് 50 സൂചിപ്പിക്കുന്നതാണ്, സംഖ്യ 50 സൂചിപ്പിക്കുന്നതാണ്. ഈ ഒരു ലൈൻ, ഈ PMIയുടെ ഇൻഡെക്സ് 50ക്ക് എബോവ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമി എക്സ്പാൻഡ് ചെയ്യുവാണ് എന്നാണ് അർത്ഥം. ഇവിടുത്തെ എക്കോണമി എന്ന് പറയുന്നത് US-നെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇത് കാണുന്നതെല്ലാം നമ്മൾ US ബേസ്ഡാണ്. 50ക്ക് താഴെ പോകുമ്പോൾ ഈ ലൈൻ റെഡായിട്ട് മാറും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ അല്ല, ഇത് ഒരു റിസഷൻ, അല്ലെങ്കിൽ ഒരു എക്കോണമി വളരുന്നില്ല, ഒരു മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ ഗ്രീൻ താഴോട്ട് വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പീക്ക് കഴിഞ്ഞു, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 50ക്ക് ബിലോ കൈൻഡ് ഓഫ് റിസഷൻ, എക്കോണമി വളരുന്നേ ഇല്ല, ഡെഡാണ്, ഇൻഫ്ലേഷൻ കൂടുതലാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്, നോ എംപ്ലോയ്മെൻ്റ് ഇല്ല,
ജോലിയില്ല, ഇൻകം ആളുകൾക്ക് കുറവാണ്, ആളുകൾ മേടിക്കുന്ന പർച്ചേസ് ചെയ്യുന്നതും വെക്കേഷൻ പോകുന്നതൊക്കെ വളരെ കുറവായിരിക്കും. 50ക്ക് താഴെ ഈ റെഡ് കാണുന്നത്. ഈ 50ക്ക് മേപ്പോട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50ക്ക് മേപ്പോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പാൻഷന് പോകുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു സ്പേസാണ്. അതായത് ബോട്ടത്തിൽ നിന്ന് കര കയറുക, 50ന് മുകളിലോട്ടെന്ന് വെച്ചാൽ ബോട്ടത്തിൽ നിന്ന് കര കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരെ ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്കാണ് പോകുന്നത്. ബിറ്റ്കോയിൻ്റെ ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും, ഇവിടെ ചെറിയൊരു റിസഷൻ വരുന്നു, എക്കോണമി വളരാതിരിക്കുന്നു. ജൂൺ ഒരു മെയ് 12 മുതൽ എക്കോണമി താഴോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ 2011 ഇവിടെ പീക്ക് വരുന്നു, അതിനുശേഷം എക്കോണമി വളരുന്നില്ല, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെൻഡ്. ഇവിടെ വന്നിട്ട് 2012 നവംബർ 12 എക്കോണമി പയ്യെ 50ക്ക് എബോവ് പോയിട്ട് കയറാൻ തുടങ്ങുന്നു. പിന്നെ പീക്കിലേക്ക് പോകുന്നു, 56ലേക്കൊക്കെ പോകുന്നു. ഇവിടെ ടോപ്പ് വരുന്നു, അതിനുശേഷം എക്കോണമി താഴോട്ട് പോവുകയാണ്. ഒരു പീക്കിലെത്തിയതിനു ശേഷം താഴോട്ട് പോവുകയാണ്. നിങ്ങളിവിടെ കണ്ടോ, ഈ ISM 50ക്ക് എബോവ് പോയിട്ട് എക്സ്പാൻഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബിറ്റ്കോയിൻ അത് ശക്തമായിട്ട് കയറുന്നുണ്ടോ? പെണ്ണെടുത്തോട്ട് ഓക്കെ, എക്സ്പാൻഷൻ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിയിൽ പൈസ വന്നു തുടങ്ങി, ആളുകൾക്ക് ഇൻകം വന്നു തുടങ്ങി, എംപ്ലോയ്മെൻറ്റ് നല്ല സോൾഡ് ആയിട്ടുള്ള എക്കോണമി പോകുമ്പോൾ എന്ത് പറ്റും, ഇതേപോലുള്ള അസറ്റുകൾ പ്രൈസ് കൂടുമ്പോൾ എന്ത് പറ്റും, ആളുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താണ്, അവർക്ക് പൈസ ഉണ്ട് കയ്യിൽ, അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതാണ് ടോപ്പ്. GDP വളർന്ന് ഇത്രയും വളർന്നിട്ടുള്ളൂ. അവിടെ വെച്ചിട്ട് സംഭവം വീണ്ടും എക്കോണമി താഴോട്ട് പോകുന്നു. ഓക്കെ, വീണ്ടും നമ്മളൊരു റിസഷൻ്റെ വാക്കിലേക്ക്, റിസഷൻ അല്ലെങ്കിൽ എക്കോണമി വളരുന്നില്ല എന്നുള്ള രീതിയിൽ, ഒട്ടും വളരുന്നില്ല, എല്ലാം ഇൻഫ്ലേഷനും, ആളുകൾക്ക് ജോലിയില്ല, വീടുകൾ, റിയൽ എസ്റ്റേറ്റ് എല്ലാവരും വിൽക്കാൻ ശ്രമിക്കുന്നു, കടമെടുക്കുന്നതിന് റേറ്റ് കൂടുതൽ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദതയിൽ പോകുന്ന ഒരു സമയമാണ്. എന്നിട്ട് നേരെ തിരിച്ച് വീണ്ടും റിക്കവർ ചെയ്യുന്നു. ഇവിടെ മനസ്സിലായോ, എല്ലാ എക്കോണമി റിക്കവർ ചെയ്യുന്നു. ബിറ്റ്കോയിൻ ശക്തമായിട്ട് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്, എക്കോണമിയിൽ ഇഷ്ടംപോലെ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ആളുകൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്, പൈസ ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കുന്നു. ഇവിടെ GDP അല്ല, ബിസിനസ് സൈക്കിളിൻ്റെ ടോപ്പ് എത്തുന്നു. ടോപ്പിലെത്തിയിട്ട് പയ്യെ താഴോട്ട് പോകുന്നു. ഓക്കെ, നമ്മളൊരു റിസഷൻ അല്ലെങ്കിൽ ബോട്ടത്തിലേക്ക് എത്തുന്നു ഈ ഒരു പീരീഡ്. ഓക്കെ, ഇവിടുന്ന് താഴോട്ട് പോവുകയാണ് ഈ ഒരു പീരീഡ്. ഓക്കെ, ഇവിടുന്ന് ഈ ഒരു പീരീഡിലേക്ക് പോവുകയാണ്. അവിടുന്ന് വീണ്ടും 50ക്ക് മേലോട്ട് കയറുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് സിഗ്നൽ കിട്ടി തുടങ്ങുന്നു, ബിറ്റ്കോയിൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ ടോപ്പ് എത്തുന്നു, സൈക്കിളിൻ്റെ ടോപ്പ്. അതിനുശേഷം ഇവിടെ വീണ്ടും ബിറ്റ്കോയിൻ ന്യൂ ഹൈയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. താഴോട്ട് എക്സ്പാൻഷൻ പീക്കിലെത്തിയിട്ട് താഴോട്ട് പോകുന്നു, എത്തിയിട്ട് താഴോട്ട് പോകുന്നു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കണ്ടു 50ക്ക് എബോവ് പോകുമ്പോഴത്തേക്ക് എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എക്കോണമിയിൽ പൈസ ഉണ്ട്, ആളുകളുടെ ഇൻകം അല്ലെങ്കിൽ ആളുകളുടെ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് ആണ്. പക്ഷേ ഇവിടെ 2023 മുതൽ ഒരു ലോങ് പീരീഡിലേക്ക്, നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലേക്ക് എക്കോണമി ഭയങ്കര മോശമായിട്ടൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയങ്ങളിൽ ബിറ്റ്കോയിൻ അത് ശക്തമായിട്ട് നമുക്ക് നല്ല റിട്ടേൺ തരുന്നുണ്ട്. മീൻസ് കമ്പയർ ടു എക്കോണമി. നമ്മളിവിടെ കണ്ട ഒരു ബിറ്റ്കോയിൻ്റെ ഒരു ശക്തമായ വളർച്ചയൊന്നും നമ്മളിവിടെ കാണുന്നില്ല. നമ്മൾ 280 നമ്മൾ ഒരു ആവറേജ് നമ്മുടെ പ്രൈസ് കണ്ടത്. പക്ഷേ അതിലേക്കൊന്നും ബിറ്റ്കോയിൻ എത്തിയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, എക്കോണമിയിൽ പൈസയില്ല, ആളുകളുടെ കയ്യിൽ പൈസയില്ല, കമ്പനികൾ ഹയർ ചെയ്യുന്നില്ല, ഇൻഫ്ലേഷൻ കൂടുതലാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇവിടെ പയ്യെ ബിസിനസ് സൈക്കിളിൻ്റെ എക്സ്പാൻഷൻ ഏരിയ കണ്ടു തുടങ്ങും പയ്യെ. അപ്പം പയ്യെ എക്സ്പാൻഷൻ റേറ്റ് കണ്ട് ഇതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഓഫ് കോഴ്സ് ബിറ്റ്കോയിൻ വിൽ ഗോ അപ്പ് നെക്സ്റ്റ് റൈഡ്. അപ്പോൾ ഈ ഒരു റൈഡ് വളരെ മുരടിച്ച് നിൽക്കുന്ന പോലെ തോന്നും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എക്കോണമി സ്ട്രോങ് അല്ലായിരുന്നു. അപ്പോൾ എക്കോണമി കൂടെ സ്ട്രോങ് ആകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? വി വിൽ സി എ ഗുഡ് ബുൾ മാർക്കറ്റ് ലൈക്ക് ദിസ്, അപ്പം എപ്പോഴും ഈ ISM അല്ലെങ്കിൽ ഈ PMI എന്ന് പറയുന്നത് ഒരു ലീഡിങ് ഇൻഡിക്കേറ്ററാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ ആയിരിക്കും ആദ്യമേ സഞ്ചരിച്ച് തുടങ്ങുന്നത്. ഇപ്പം MVRV സ്കോറും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ ഓൺ ചെയിൻ്റെ അനാലിസിസ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആണ് ഇത് കാണപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലീഡിങ് ഇൻഡിക്കേറ്റർ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ഹൈ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് വി വിൽ സി എ ഗുഡ് ബുൾ മാർക്കറ്റ്. അതാണ് ഞാൻ പറയുന്നത്, ബിറ്റ്കോയിൻ ഈസ് പ്രിപ്പയറിങ് ഫോർ എ ബുൾ മാർക്കറ്റ്. എന്തുകൊണ്ട്? ഇത് PMI എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആളുകൾ കൂടുതൽ സപ്ലൈ ഓർഡർ ചെയ്യുന്നു, മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആളുകൾ കൂടുതൽ ഹയർ ചെയ്യുന്നു, എക്കോണമിയിൽ ഇൻകം വരുന്നു, ആളുകൾ സ്പെൻഡ് ചെയ്യുന്നു.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. വേറൊരു കൂട്ടർ റിസഷനിലേക്ക് നമ്മൾ പോകാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഇറാൻ US ഇസ്രായേൽ യുദ്ധം കാരണം ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ PMI കൂടുകയാണെന്നുണ്ടെങ്കിൽ എക്കോണമി ഈസ് ഗോയിങ് അപ്പ്. കാരണം ട്രംപിൻ്റെ ഇലക്ഷൻ വരുന്നുണ്ട്. ഒക്ടോബർ നവംബറിലാണ്, മിഡ് ടൈം ഇലക്ഷനാണ്. അതിൽ ട്രംപിൽ വിജയിക്കേണ്ട ഇതുണ്ട്. അതിന് ട്രംപിന് ഈ വാർ നിർത്തണം, സ്റ്റോക്ക് പുഷ് ചെയ്യണം, US എക്കോണമി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി പുള്ളി എന്ത് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് മേപ്പോട്ട് പോകാനുള്ളത് ചാൻസസ് കൂടുതലാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ് എ ലീഡിങ് ഇൻഡിക്കേറ്റർ. അതിനർത്ഥം ബിറ്റ്കോയിൻ നാളെ പൊങ്ങുമെന്നല്ല, അല്ലെങ്കിൽ അടുത്ത മാസം പൊങ്ങുമെന്നല്ല, ബട്ട് ഇസ് പ്രിപ്പയറിങ്. ഓക്കെ, കാരണം എക്കോണമി ഇത്രയും 2023 മുതൽ 2026 വരെ, അല്ലെങ്കിൽ 2025 എൻഡ് വരെ, ഏകദേശം 2 കൊല്ലത്തിന് മുകളിൽ നമ്മൾ വളരെ മോശപ്പെട്ട എക്കോണമിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ജസ്റ്റ് റിക്കവർ ചെയ്യുന്നതായിട്ട് നമ്മളത് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ട പോലെ റിക്കവർ ചെയ്യുന്ന ഒരു ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഈ സമയങ്ങളിൽ ബിറ്റ്കോയിൻ ഹ്യൂജായിട്ട് റൺ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇത്രയും നാൾ പ്രഷർ ചെയ്ത് താഴെ കിടക്കുമായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് ഗോയിങ് അപ്പ്. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ് ഇസ് എ ഗോൾഡൻ ബുൾ മാർക്കറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദിസ് വൺ. അതിൻ്റെ കൂടെ സെയിലർ അല്ലെങ്കിൽ ബാങ്ക് ഇവരെല്ലാവരും ബിറ്റ്കോയിൻ ഹ്യൂജായിട്ട് അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ദേ നോ സംതിങ് ഈസ് കമ്മിങ് ഗൈസ്. ഒരേ ഒരു ഇൻഡിക്കേറ്റർ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ട്രസ്റ്റ് ദിസ് വൺ. ഓക്കെ, ഇത് ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ടു. ഇത് പോകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബിറ്റ്കോയിൻ പ്രൈസ് ഹാസ് ടു ഗോ അപ്പ്. കാരണം ഇത് എക്കോണമിയാണ്. Okay, it's a mirror. Okay, so guys, take care, prepare how DCA every single week. Okay guys, take care, bye bye.